ഞാനാണ് സംസാരിച്ചത്. ആ ഇതാണ് അപ്പം എന്റെ നമ്പർ. നമുക്ക് ഓക്കെ. അപ്പം നമുക്ക് ഏതു രീതിയിലും ഏതു ഭാഷയിലും സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. ആ രീതിയിലുള്ള ഭാഷയിലാണോ അങ്ങ് പറയട്ടെ അല്ല പറയട്ടെ ആ പറയട്ടെ രീതിയിലാണോ അങ്ങ് സംസാരിച്ച? വീട്ടിൽ ഞാൻ കിടത്തി ഉറക്കത്തില്ല, ഞാനൊന്ന് തെമ്മാടിയാണ്, അതൊന്നും ഞാനൊന്ന് ശരിയല്ല. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അല്ല, ഇപ്പൊ ഞാൻ നല്ല താങ്കൾ പറഞ്ഞത് പറയുന്ന കേട്ടോണ്ടാണ്. കേട്ടെ. നിങ്ങളോട് ഞാൻ പറയും, നിങ്ങളൊന്ന് കേൾക്കൂ. ഞാൻ പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഒരു മിനിറ്റ് നിങ്ങൾ പോക്കോ, ഞാൻ എന്റെ നമ്പറിൽ വിളിച്ചു പോക്കോ. ഹലോ, നിങ്ങൾ പറയുന്ന ഏത് ഭാഷയിലും ശൈലിയിലും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്ന്, അവിടെ നിൽക്കട്ടെ. രണ്ട്, ഇപ്പോ ഞാൻ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വെരി ഗുഡ്. അടുത്തത്, ഈ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പോലെ തന്നെ ഞാൻ മാനിക്കുന്നുണ്ട്. കാരണം അവര് നമ്മൾ തമ്മിലുള്ള സംസാരത്തിനകത്ത് കക്ഷികളല്ല. അല്ല, മനസ്സിലായില്ലേ? അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു എന്റെ തീർക്കട്ടോ, പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടുള്ളൂ. ഞാൻ പറയട്ടെ. അല്ലല്ലോ, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ആരെങ്കിലും മോശം പറഞ്ഞോ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കൂ. നിങ്ങൾ വഴി തെറ്റി അവനെ പോയാൽ കേൾക്കേണ്ട എന്റെ കാര്യമൊന്നുമില്ല. വീട്ടിൽ കൊണ്ട് കിടത്താൻ പറഞ്ഞു. അല്ല, നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ആ പണി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ആ പരിചയമില്ല. അല്ല, നിങ്ങൾക്ക് അതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പോയി കിടക്കും. നിങ്ങൾക്ക് കിടത്തത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടേ? പറയുന്ന കേക്കൂ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കിടത്താൻ ഞാൻ പറയാത്തത് പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കിടത്താൻ ഞാൻ പറയാത്തത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. കാരണം അവർ ആ വീട്ടിൽ ഇരിക്കുന്നവര് പാവങ്ങളാ. അതുകൊണ്ട് അവരെ ഞാൻ മാനിക്കുന്നുണ്ട് പറയുന്നില്ല. രണ്ട്, ഞാൻ പറയട്ടോ. താൻ കേൾക്കൂ. ഞാൻ പറയട്ടെ. ജോളി ഞങ്ങളുടെ പിള്ളേരുടെ കൈക്ക് പിടിച്ച് തിരിച്ചു. അതിന് ഞങ്ങള് അങ്ങനെ തന്നെ നോക്കും. മനസ്സിലായില്ലേ? സുരേഷ്, നീ ഒന്നും ചെയ്യത്തില്ല. എവിടെ കൊണ്ട് നിർത്തണോ ഞാൻ കൊണ്ട് നിർത്തി തരാം. നിന്റെ തന്തെ വിളിക്കുന്നു.